ഗേളി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. അങ്ങനെ സത്യഭാമ വിഷ്ണുവിനെ ഇറക്കി വിടുന്നു. അങ്ങനെ വിഷ്ണു വീടൊക്കെ തപ്പിപ്പോയി വീട് കണ്ടുപിടിക്കുകയാണ്. അത് ആരുടെ വീടാണെന്ന് വെച്ചാൽ പണ്ട് വിഷ്ണുവിന് കല്യാണം ആലോചിച്ച് കഴിഞ്ഞിടയ്ക്ക് സ്വർണം കാണാതെ കേസ് ആ പെൺകുട്ടിയുടെ വീടാണ്. അങ്ങനെ വിഷ്ണു അവിടെ വീട് കാണാൻ പോകുന്ന സമയത്ത് അവിടെ സത്യഭാമയും കാണുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുന്നു. പക്ഷെ അവർ ആ വീട് ഉറപ്പിക്കുന്നു, ഈ വീട് തന്നെ മതി എന്ന് പറയുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ പിന്നെ നമ്മുടെ വിഷ്ണുവിനെ ഒത്തിരി സത്യഭാമ വഴക്കൊക്കെ പറഞ്ഞാണ് ഇറക്കി വിടുന്നത്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഈ ജോലി അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ജോലി നിർത്താം എന്ന് പറയുന്നു. അപ്പം വിഷ്ണു പറയാനൊന്നും വേണ്ടെന്ന് പറയാം. അങ്ങനെ വിഷ്ണു പറയും, ഞാൻ എന്തായാലും ഒരു വീട് നോക്കിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് താമസം മാറാം എന്നുള്ള രീതിയിൽ പറയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ഉപേന്ദ്രൻ രോഹിത്തിനെ കാണാൻ വരുന്നു. അങ്ങനെ അവിടെ അടിയും പ്രശ്നങ്ങളൊക്കെ ആവുന്നു. ആ സമയത്ത് തോക്കെടുത്ത് നമ്മുടെ രോഹിത്തിനെ വെടിവെക്കുന്ന സമയത്ത് വെടി കൊള്ളുന്നത് ശ്യാമയാണ്. അങ്ങനെ ശ്യാമ ഹോസ്പിറ്റലാവുന്നു. അപ്പം ശാരികയാണ് ഇത് ആദ്യം കേൾക്കുന്നത്. അപ്പം ശാരിക ശാരദയോട് പറയുന്നു, പിന്നെ അതുപോലെ ശാലിനെ അറിയിക്കുന്നു. ശാലിനെ ആണെങ്കിൽ ഓഫീസിൽ ചെല്ലുമ്പോൾ വിഷ്ണു എന്തോ പൊട്ടത്തരം ചെയ്തിട്ടുണ്ട്. അപ്പം വിഷ്ണുവിനെ വിറപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ കളക്ടർ ഡ്രൈവറായിട്ടിരിക്കണം, അതിന് ഉത്തരവാദിത്വം ബോധം വേണം, അങ്ങനെ കുറേ വഴക്കൊക്കെ പറയുന്നു. അപ്പം വിഷ്ണുവിന് ഭയങ്കര പെട്ടെന്നൊരു വിഷമം വരുന്നത് എന്താണെന്നറിയില്ലല്ലോ ശാലിനി ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. പ്രൊമോയിൽ ജസ്റ്റ് ശാലിനി വിഷ്ണുവിനെ വഴക്ക് പറയുന്നത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നീടാണെങ്കിൽ നമ്മുടെ സത്യഭാമ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ രാഘവൻ നായർ സ്കൂളിൽ പോയ സമയത്ത് സത്യ വിഷ്ണുവിൻ്റെ മകളാണെന്ന് എഴുതിയൊരു പേപ്പർ ഉണ്ടല്ലോ, അത് അലമാരിയിൽ വെച്ചിരുന്നല്ലോ. അപ്പോൾ അതിവിടെ താഴെ മിസ്സായി പോകുന്നുണ്ട്. അങ്ങനെ സത്യഭാമ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ആ പേപ്പർ അത് കാണുന്നത്. അങ്ങനെ സത്യഭാമ ആ സത്യങ്ങൾ അറിയുകയാണ്, ശരിക്കും വിഷ്ണുവിൻ്റെ ശാലിനിയുടെ മകളാണ് സത്യയെന്ന്. പിന്നീട് അതുപോലെ സത്യഭാമയും നമ്മുടെ ശ്യാമയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ഡോക്ടർ വഴിയാണ് പിന്നീട് കാര്യങ്ങളൊക്കെ സത്യഭാമ അറിയുന്നത്. യഥാർത്ഥത്തിൽ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും 2 മക്കളാണ് പപ്പിയും സത്യയും എന്നുള്ള ആ വലിയ രഹസ്യം നമ്മുടെ സത്യഭാമ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ശാലിനിയോടുള്ള സ്നേഹമൊക്കെ വരികയാണ്. ഇതൊക്കെയാണ് എപ്പിസോഡിലുള്ളത്. അപ്പോൾ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.